ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രൈവറ്റ് ബസ്സായിട്ടാണ് വന്നേക്കണത്. ഞാൻ ഇതുവരെയ്ക്കും എൻ്റെ ചാനലിൽ പ്രൈവറ്റ് ബസ് വെച്ച് കളിച്ചിട്ടില്ല. ഇത് പിന്നെ നീല കളർ ബസ്സാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല. ഈ വണ്ടി എല്ലാ സ്റ്റോപ്പിലും നിർത്തും. ഈ വണ്ടിയുടെ പേര് സിന്ദൂരാന്നാ, അങ്ങനെ എന്തോ ആണ്. ഇത് ഏത് നാട്ടിലെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ തൃശ്ശൂരിലില്ല. ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് തൊട്ടിൽ പാലം. ആ സ്ഥലത്തിലെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. എന്തുട്ടായാലും നമ്മൾ ഈ ബസ്സിലാണ് ട്രിപ്പൊക്കെ പോണേ. വണ്ടി നൈസ് വണ്ടിയാണ്. ഇത് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് വടകര. വടകര കുറ്റ്യാടി. ആ റൂട്ടിൽ ഓടുന്ന വണ്ടിയാവും. അതെന്തെങ്കിലും ആട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനി നമുക്ക് പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാം. ആൾക്കാർ അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. സ്പീഡൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ബനിയുമാങ്ങിയ, അങ്ങനെ എന്തോ ആണ്. ഇന്തോനേഷ്യയിലത്തെ പേരുകൾ എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റണില്ല. നമുക്കപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണ്ടേ. ഇവിടെ സൈഡിൽ പിള്ളേർ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ വണ്ടീനെ കണ്ടപ്പോൾ ഓളിടുക. ചിലപ്പോൾ ഒരു ബസ്സിൻ്റെ ഫാൻസറോ എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം മുന്നോട്ടേക്ക് പോവാം. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് 100-ലൊക്കെ എത്തി. കഴിഞ്ഞ വീഡിയോയിലേ ഞാനൊരു KSRTC ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു KSRTC ഡീലക്സ് ബസ്സാണ്. അത് പക്ഷേ ചെറുതായിട്ട് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു. വേറൊന്നുമല്ല, ആ വണ്ടി സ്പീഡിൽ പോവുകയൊക്കെ ചെയ്യും, പക്ഷെ പിക്കപ്പില്ല. ഒരു 0 to 100 വരെ എത്താനായിട്ട് കുറേ ടൈം എടുക്കും. ഈ ബസ് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. 100-ലൊക്കെ സുഖമായിട്ട് എത്തുന്നുണ്ട്. ഞാൻ പിന്നെ അത്യാവശ്യത്തിന് ഒരു ലോങ് റൂട്ടാണ് സെലക്ട് ചെയ്തത്. എന്തായാലും കുറച്ച് ദൂരം നമുക്ക് വണ്ടി ഓടിക്കണം. ഇത് ഏതാ സ്ഥലം? കുറേ കളർഫുള്ള് ബിൽഡിംഗ് ഉണ്ടല്ലോ. അത് കൊള്ളാം. ഞാൻ പിന്നെ മറ്റേ മോഡില്ലേ, ആ കേരള ട്രാഫിക് മോഡ്, അത് തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തേക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബസ് സിമുലേറ്റർ ഗെയിമിലെ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് കേരള ട്രാഫിക് മോഡ് കയറ്റിയപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല. അതവിടെ കറങ്ങി കറങ്ങി നിൽക്കുക. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആ ഗെയിമിലുള്ള മാപ്പിൽ വണ്ടി ഓടിച്ചാലേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ. നമ്മൾ ഈ മാപ്പ് മോഡ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് പൈസയൊന്നും കിട്ടില്ല. അങ്ങനെയുണ്ട്. ഇതിലിപ്പോൾ കുറേ പൈസ സമ്പാദിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ആഡ് കണ്ടിട്ടായാലും നമുക്ക് റിവാർഡ്സൊക്കെ കിട്ടും. നമ്മളിപ്പോൾ ഈ ടോളൊക്കെ കിടക്കില്ലേ, അന്നേരം നമ്മൾ ഒരു ആഡ് കണ്ടാലും മതി. ആഡ് പിന്നെ എന്തായാലും ഒരു 30 സെക്കൻഡൊക്കെ ഉണ്ടാവും. നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നാവും. അത്രേ ഉള്ളൂ. മുമ്പിൽ പിന്നെ ഒരു ടാങ്കർക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അയാൾക്ക് ഭാഗ്യമുണ്ട്, ആ ബസ്സിനെ പോയിട്ട് ഇടിച്ചില്ല. ഇവിടെ പിന്നെ വഴിയില്ലേ, അത് ചെറിയ വഴിയാണ്. ഫുള്ള് വളവും തിരിവാ. ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റണില്ല. എന്നാലും നമുക്ക് പതുക്കെ പോവാം. എന്നാലും ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ട്രക്കിൻ്റെ പിന്നാലെ എഴിഞ്ഞ് പോകാൻ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ട്രക്കുകാരൻ സ്പീഡിൽ പോണു. എന്നാലും നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യും. മുന്നിൽ നിന്ന് പിന്നെ വണ്ടികളൊന്നും വരണ്ടായിരുന്നില്ല. വളവില ഓവർടേക്ക് ചെയ്ത. ഇപ്പോൾ ഇതെവിടെ മഴ പോയി. ഈ ഗെയിമിൽ ആകെ 1 മിനിറ്റ് മാത്രം മഴ പെയ്യുള്ളൂ. അതെന്തിനാണോ പെയ്യണേ? മഴ പെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റെങ്കിലും പെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ചെറിയൊരു ടൗണിൽ എത്തിയേക്കാണ്. ഇതൊന്നും നല്ല സ്ഥലം, ഇനിയും കുറേ പോവാണ്ട്. ഓക്കെ, ഇവിടെ മുമ്പിൽ ഒരു സ്ട്രെയിറ്റ് റോഡ് കാണാനുണ്ട്. നമുക്ക് പറ്റിയെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം. ഇവിടെ പിന്നെ മുമ്പിൽ കുറേ വണ്ടികളുണ്ട്, അവർ പതുക്കെ പോവുക. ശരിക്കും റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ സ്പീഡിൽ പോകണം. ഇവന്മാർ 2 സൈഡിലും പതുക്കെ പോവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ തടയും. ഇവിടെ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. ഇപ്പോൾ അതേ 140 കടന്നു. ഇപ്പോൾ 150 കടന്നു.
50 കടക്കും. ഇവിടെ പിന്നെ കുറേ വണ്ടികളുണ്ട്, അവർ പിന്നെ പതുക്കെ പോവാ. ഇവിടെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ സൈഡ് തരും. ഓക്കെ, ഇവിടെ വീണ്ടും 140 കടന്നു, 150 കടന്നു. ഞാൻ ഇവിടെ ലൈറ്റ് അടിച്ചുട്ടാ. അന്നേരം ആ ടിപ്പർക്കാരൻ സൈഡ് തന്നു. ഹലോ കാറാരാ, ഒരു സൈഡ് തരോ, ഞാൻ പൊക്കോട്ടെ. എനിക്കിവിടെ സ്പീഡ് എടുക്കാൻ പറ്റണില്ല. അപ്പോഴേക്കും മുമ്പിൽ ഒരു വണ്ടി വന്ന് വിട്ടുപോകും. ഹലോ ബൈക്കാരാ, ഒരു സൈഡ് തന്നെ. ആ, താങ്ക് യു. ഓ, ഇനി നമുക്ക് സ്പീഡ് നോക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. മുമ്പിൽ ഒരു വളവൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വണ്ടി 150 കടന്നുണ്ട്. എനിക്ക് തോന്നണതേ ഈ വണ്ടി 200 കടക്കുന്ന, അത് ഉറപ്പാ. ഹലോ ട്രക്കാരാ, ഒരു സൈഡ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് റൈറ്റ് സൈഡ് കൂടെ എടുക്കാം. ഓ, ട്രക്കാരൻ നമുക്ക് സൈഡ് തന്നു. കയറട്ടങ്ങട്, സ്പീഡ് കയറട്ടെ. ഇവിടെ പിന്നെ വീണ്ടും മഴ പെയ്തു. അതിപ്പോൾ തന്നെ പോവും. ഓക്കെ, ഇവിടെയും ഒരു സ്ട്രെയിറ്റ് റോഡൊക്കെ വരുന്നുണ്ട്. ഇത് പക്ഷേ ചെറിയ റോഡാ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ സ്പീഡ് നോക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ 160 കടന്നു. ഞാൻ ദേ വണ്ടികൾ ഓവർടേക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇപ്പം അത് 170 കടന്നു. 200 കടക്കും, അത് ഉറപ്പാ. വാങ്കർ ഇതെന്താ സ്പീഡ് കയറാത്ത? 180 കടന്നു. കയറട്ടങ്ങട്, യു ക്യാൻ ഡു ഇറ്റ്. 190 കടന്നു. ഓക്കെ, ഇവിടുത്തെ 200 കടന്നുട്ടാ. 200ന്റെ മേലെ പോവും, എനിക്ക് ആദ്യമേ അറിയായിരുന്നു. 205, 206, 207. ഓ, അപ്പോൾ 207 ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഇത് കുറച്ചുകൂടി സ്പീഡിൽ പോയേനെ. അപ്പോഴേക്കും മറ്റേ ലോഡിംഗ് മാപ്പ് വന്നു, ആഡൊക്കെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഈ റൂട്ടിലെ നിറച്ച് ഹെയർപിനാ, ചെറിയ വഴിയാ. നമുക്ക് കൂടിപ്പോയാൽ ഒരു 100-ൽ പോകാൻ പറ്റും, അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ഈ ഹെയർപിൻ റൂട്ടിൽ കൂടെ പതുക്കെ പോവാം. ഇവിടെ മുമ്പിൽ വലിയൊരു ഇറക്കം വരുന്നുണ്ട്. നമുക്ക് പതുക്കെ അങ്ങ് ഇറങ്ങി പോവാം. മുമ്പിൽ വേറെ ബസ്സൊക്കെ പോവുന്നുണ്ട്. ഓ, 2 ബസ് പോവുന്നുണ്ട്. നമുക്ക് ഇവരിങ്ങ് ഓവർടേക്ക് ചെയ്താലോ? ഒന്ന് പതുക്കെ ഓവർടേക്ക് ചെയ്യാൻ നോക്കാം. മുന്നിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞ പ്രശ്നമാണ്. ഇതേ കണ്ടില്ലേ, ഒരു കാർ കയറി വരുന്നുണ്ട്. ഇതേനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടാ. നമുക്ക് ഇപ്പോൾ നോക്കി നോക്കാം. അയ്യോ, മുന്നിൽ നിന്ന് ബൈക്ക് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇവന്മാരുടെ പിന്നാലെ എഴഞ്ഞ് പോണ്ടി വരും. ഇതെന്തത്? ഈ വണ്ടി വളഞ്ഞില്ല, എന്താണോ? ഓക്കെ ഗേസ്, ഇവിടെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. വണ്ടിക്ക് പിന്നെ അധികം ഡാമേജ് ഒന്നുമില്ല. ഇപ്പോഴും 95% ഹെൽത്ത് ഉണ്ട്. ഞാൻ പിന്നെ ആൾക്കാരെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.